ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യൂട്യൂബിൽ തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവനെ സംബന്ധിച്ച് യൂട്യൂബിന്റെ തമ്പനയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല ക്യാൻവ. നമുക്കിപ്പോൾ ഒരു ഫ്ലെയർ ചെയ്യണം, ഒരു പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്യണം, പിന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിനുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട് അതിൽ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അങ്ങനെ സോഷ്യൽ ഡിജിറ്റൽ മീഡിയയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ക്യാൻവ വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ canva.com എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്ന മാതിരി, ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാൻവയിൽ കസ്റ്റം തമ്പനെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. ക്യാൻവ പെയ്ഡ് വെർഷനുണ്ട്, ഫ്രീ വെർഷനുണ്ട്. പെയ്ഡ് വെർഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ അഡീഷണൽ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും. ഒരുപാട് ടെംപ്ലേറ്റ്സ്, ഒരുപാട് ഫോൺസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പെയ്ഡ് വെർഷനിൽ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്രീ വെർഷനാണ്. ഫ്രീ വെർഷൻ ആണെങ്കിലും നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഇമേജസ് ചേഞ്ച് ചെയ്യാം, എല്ലാ ഓപ്ഷൻസും അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കയ്യിലുള്ള ഒരു ഇമേജ് വെച്ചുകൊണ്ട് തന്നെ ക്യാൻവയിൽ കസ്റ്റം തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം ക്യാൻവ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, canva.com. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. ഒന്നുകിൽ ജിമെയിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻവയുടെ തന്നെ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. ഞാനിപ്പോൾ ക്യാൻവയിലേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്ന അക്കൗണ്ടാണത്. അതിൽ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ ലോഗിനായി. ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിൽ ഡിസൈൻ എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ ഫേസ്ബുക്കിൻ്റെ ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബ് തമ്പനെയിൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിസൈനിങ് സെക്ഷനോട് വരും. അപ്പോൾ ഞാൻ യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാം യൂട്യൂബിൻ്റെ ഒരുപാട് തമ്പനെയിൽ ടെംപ്ലേറ്റ്സ് ഇവർ തന്നിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് ഇവിടെ വരുന്നത്. ഇതാണ് കറക്റ്റ് യൂട്യൂബ് തമ്പനെയിലിൻ്റെ ക്യാൻവാസ്. 1280x720 അതാണ് ഇതിൻ്റെ സൈസ്. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരുപാട് മെനൂസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു ടെംപ്ലേറ്റാണ് സെർച്ച് ചെയ്യുന്നത്. അത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഫുഡിൻ്റെ ഉണ്ട്. നമുക്കിതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ടെംപ്ലേറ്റ് വന്നു. അതിന് 2 ടെക്സ്റ്റും ഉണ്ട് ഇവിടെ. ഈ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. സബ് ടെക്സ്റ്റും വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഫോൺസിൻ്റെ സൈസ്, ഫോൺസിൻ്റെ സ്റ്റൈലെല്ലാം മാറ്റാം. സൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ടോപ്പിൽ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കസ്റ്റമായിട്ടുള്ള ഡിസൈൻസ് ഇവിടെ കിട്ടും. ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ്, അതുപോലുള്ള ഇമോജി മരത്തിലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഇതാ ഈ ഫിഷിൻ്റെ ഞാൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഇമേജായിട്ട് നമുക്ക് കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ കോർണറിൽ പിടിച്ച് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാം, ചെറുതാക്കൊക്കെ ചെയ്യാം. അത് ഡ്രാഗ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നീട് നമ്മൾ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കസ്റ്റം ഇമേജ് ഉണ്ട്. ആ ഇമേജ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇമേജ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്.
ഞാൻ ലോഗോ സെലക്ട് ചെയ്യണം. ലോഗോ ഇപ്പോൾ ലോഡായി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗോ നമ്മളെ ക്യാൻവാസിലോട്ട് വരും. ലോഗോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്നു. ഇനി ഇതിൻ്റെ കോർണറിൽ പിടിച്ച് എക്സ്പാൻഡ് ചെയ്യും, ചെറുതാക്കുക വലുതാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കോർണറിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി അതെനിക്കിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഐക്കൺ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതുമാതിരി സെലക്ട് ചെയ്യാം. കോർണറിൽ ഞാനവിടെ പ്ലേസ് ചെയ്തു. ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ലാത്ത ടെക്സ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് എല്ലാം പോകും. ഇനി നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനിലുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു ഹെഡിങ് കൂടെ കൊടുക്കുകയാണ്, ആഡ് ഹെഡിങ്. ആ ഫോണ്ടിൻ്റെ നമുക്ക് കളറ് സെലക്ട് ചെയ്തതിന് ശേഷം കൂടെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ വൈറ്റ് ആക്കുകയാണത്. അതിനുശേഷം ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിൽ കൊണ്ട് നോക്കാം. ഞാനിപ്പോൾ കറക്റ്റ് സെൻറ്ററിലാണ് വെക്കുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൺസ് ഉണ്ട്. ഇവിടെ ഡിസൈനിങ് ഫോൺസ് ഉണ്ട്. ഈ ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഒരു സബ് ടൈറ്റിലും കൂടെ ആഡ് ചെയ്യാണ്. ഉണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് സ്റ്റൈൽ ഓഫ് ഫോൺസ് ഉണ്ട്. ഈ ഫോൺസ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻവാസിലോട്ട് വരും. അതിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരുപാട് ഫോട്ടോസ് ഇവർ ഫ്രീ തരുന്നുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അതായത് ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തൊരു ഫുഡിൻ്റെ. ഇപ്പോൾ ഈ ഫോട്ടോ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊസിഷനിൽ പോയിട്ട് ടു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ബാക്കിലോട്ട് പോകും, ലോഗോ ഒക്കെ ഫ്രണ്ടിലോട്ട് വരും. അതോ ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫോട്ടോ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിസൈൻസ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേസ് ആവും. അങ്ങനെ ഒരു സ്റ്റൈലിഷ് ഡിസൈൻസ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇനി ആ ഫോണ്ടിൻ്റെ കളേഴ്സ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഇവിടെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ ആക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഫോൾഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഈ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാം ഇമേജസ്. നമുക്കിപ്പോൾ ഒരുപാട് യൂട്യൂബിൻ്റെ തമ്പനൈൽസ് ഉണ്ട്, ട്രാവലായിട്ടും ഫുഡായിട്ടും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തമ്പനൈൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ ഫോൾഡറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് കാണാം. പിന്നെ ഞാൻ വീണ്ടും ഇവിടെ ടെംപ്ലേറ്റിലോട്ട് പോവുകയാണ്. ടെംപ്ലേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളേതായിട്ടുള്ളൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാൻ അപ്ലോഡ് എടുക്കുക. അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നൊരു ഇമേജ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഇമേജ് ഇവിടെ ലോഡായി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇനി ക്യാൻവാസിനനുസരിച്ച് ഇമേജ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച മാതിരി തന്നെ പൊസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ടു ബാക്ക് അടിക്കുക. അപ്പോൾ ഈ ഇമേജ് നേരെ ബാക്കിലോട്ട് പോകും. നേരത്തെ ഉണ്ടായിരുന്ന ഐക്കൺസ് ഒക്കെ ഫ്രണ്ടിലോട്ട് വരും. ഇനി ആവശ്യമില്ലാത്തതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഈ ലോഗോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഏത് ഒബ്ജക്റ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ലോഗോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ കാണുന്ന റൊട്ടേറ്റ് ബട്ടൺ ഉണ്ട്,
അതിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലോഗോ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചരിച്ചു വെക്കാം. അത്രേ ഉള്ളൂ. അതിനുശേഷം ടോപ്പ് റൈറ്റിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ ഏത് ടൈപ്പിലാണ് ഈ ഇമേജ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാം. PNG ഉണ്ട്, JPG ഉണ്ട്, പിന്നെ PDF ഫോർമാറ്റാണ്. PDF നമ്മൾ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ PDF ഡിസൈനിങ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ JPG ആണ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്കിവിടെ കാണാം 1280x720. ഇതാണ് ശരിക്കും യൂട്യൂബ് തമ്പനെയിലിൻ്റെ ക്യാൻവാസ് സൈസ്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ നമ്മളുണ്ടാക്കിയേക്കുന്ന തമ്പനെയിൽ നേരെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് പോകും. അത് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം. മൈ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന തമ്പനെയിൽ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫൈനൽ തമ്പനെയിൽ. ഈ തമ്പനെയിൽ നമുക്ക് നമ്മളെ വീഡിയോക്ക് മുകളിലായിട്ട് പ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാം.